മക്കളെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചില പ്രവർത്തന തത്വങ്ങൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ പെട്ടെന്ന് നോക്കിയാൽ നോക്കിക്കോളൂ. ആദ്യത്തെ ചിത്രം ഏതാണ്? ഈ ചിത്രത്തിന്റെ പേരെന്താണ്? ലൗഡ് സ്പീക്കർ. ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ, മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. ഈ ലൗഡ് സ്പീക്കർ നമ്മൾ ഏത് റൂളാണ് ഉപയോഗിക്കേണ്ടത്? ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഇലക്ട്രിക് മോട്ടോറാണ്, വൈദ്യുത മോട്ടോറിന്റെ തത്വമാണ് ഒരു ലൗഡ് സ്പീക്കറിൽ ഉപയോഗിക്കുന്നത്. ഊർജ്ജമാറ്റം കൂടി ഓർത്ത് വയ്ക്കുക. എന്താണ്? വൈദ്യുതോർജ്ജം, ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറുന്നു? സൗണ്ട് എനർജി ആയിട്ട് മാറുന്നു. ഈ ഒരു 3 കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അങ്ങനെയെങ്കിൽ ഒരു ജനറേറ്റർ, അത് AC ജനറേറ്റർ ആവാം, DC ജനറേറ്റർ ആവാം, ഇനി അതല്ലെങ്കിൽ പവർ ജനറേറ്റർ, ഏത് ജനറേറ്റർ ആയാലും കുഴപ്പമില്ല. അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, അതിന്റെ പ്രവർത്തന തത്വം എന്ന് പറഞ്ഞാൽ ചാപ്റ്ററിന്റെ പേര് ഓർത്ത് വയ്ക്കുക, EMI, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുത കാന്തിക പ്രേരണ തത്വം. എന്തായിരിക്കണം? വൈദ്യുത കാന്തിക പ്രേരണ തത്വം. അത് നിർബന്ധമാണ്, പഠിച്ചു വെച്ചോളൂ. ഇനി ഇതിലെ എനർജി ചേഞ്ച് കൂടി ഓർത്ത് വയ്ക്കുക. എന്താണ്? നമുക്കൊരു മെക്കാനിക്കൽ എനർജി എന്തായിട്ട് മാറുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. യാന്ത്രികോർജ്ജം വൈദ്യോർജ്ജമായിട്ട് മാറുന്നു. അപ്പൊ AC ജനറേറ്റർ ആയാലും DC ജനറേറ്റർ, അതിന്റെ പ്രവർത്തന തത്വം ഏതാണ് പ്രവർത്തന തത്വം? നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ഓർത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുത കാന്തിക പ്രേരണ തത്വം. അവിടെ റൈറ്റ് ഹാൻഡ് റൂളാണ് ഉപയോഗിക്കുന്നത് കൂടി ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തത് ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആവാം, അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആവാം. ഏത് ട്രാൻസ്ഫോമർ? അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് ഓർത്ത് വയ്ക്കുക. എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ? ഇനി പെട്ടെന്ന് അത് മനസ്സിൽ കിട്ടിയില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? EMI എന്ന് എഴുതിയാലും മതി, വൈദ്യുതകാന്തിക പ്രേരണ തത്വം എന്ന് എഴുതിയാലും മതി. പക്ഷെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൻസർ ഏതാണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പൊ ഈ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിളൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക.